ഹായ് മക്കളെ, വെൽക്കം ടു എജുബ്ലിറ്റ്സ് ലേണിംഗ്. CUET എക്സാം എഴുതുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കെമിസ്ട്രി എക്സാം CUET കെമിസ്ട്രി അറ്റൻഡ് ചെയ്യുന്ന മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളുടെ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് CUET എക്സാമിന് കെമിസ്ട്രി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിസ്ട്രിയെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. CUET എക്സാമിന് കെമിസ്ട്രിക്ക് എത്ര മാർക്ക് ഉണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻ വരാറ്, എത്ര ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതിന് എത്ര സമയമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓവറോൾ ആയിട്ട് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം CUET കെമിസ്ട്രിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. 2024 നടന്ന എക്സാമിൽ ഏകദേശം 7,02,050 കുട്ടികളാണ് CUET കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ 7 ലക്ഷം കുട്ടികളാണ് 2024 നടന്ന CUET എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് കെമിസ്ട്രിയെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്ര ആളുകളാണ് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ളത്. ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ കൂടെ എത്ര ആൾക്കാർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ കൂടെ എത്ര ആൾ കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഫസ്റ്റ് ഘടകം. അപ്പോൾ 7 ലക്ഷത്തോളം ആൾക്കാരാണ് CUET 2024 UG കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ 50 ക്വസ്റ്റ്യൻ ആണ് കെമിസ്ട്രിക്ക് ചോദിക്കുക. 50 എഴുതണം, അതിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. 50 ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. 50 ക്വസ്റ്റ്യന് വരുന്ന മാർക്ക് 250 മാർക്കാണ്. വിച്ച് മീൻസ് ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക്. ക്വസ്റ്റ്യൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ -1 ആണ്. ഓക്കെ അല്ലേ? റോങ് ആൻസറിന് -1, ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ്. 60 മിനിറ്റ് ആണ് ഈ 50 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ 250 മാർക്കിനാണ് CUET എക്സാമിന് കെമിസ്ട്രിയുടെ ടോപ്പിക് വരുന്നത് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും മാർക്കിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി കെമിസ്ട്രിയെ തന്നെ നമുക്ക് 3 കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കെമിസ്ട്രിയിൽ 3 ടൈപ്പ് കെമിസ്ട്രിയാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഫിസിക്കൽ കെമിസ്ട്രി നമുക്ക് പഠിക്കാനുണ്ട്, പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കാനുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയും പഠിക്കാനുണ്ട്. ഓക്കെ അല്ലെ? ഇതില് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഉൾപ്പെട്ടുള്ള ചാപ്റ്റർ ആണ് നിങ്ങളുടെ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്. ഓക്കെ അല്ലെ? 3ഉം +2 NCERT ബുക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. +1 ഈ CUET എക്സാമിന് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം +1 ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? +2 പഠിക്കാനുണ്ട്. +1 നിങ്ങൾ പഠിക്കുന്ന മൊളാലിറ്റി പോലുള്ള കാര്യങ്ങൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ +2 പഠിക്കുന്നുണ്ട്. അപ്പൊ അതറിയുന്ന ഒരാൾക്ക് +2 എന്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കണ്ടന്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും വരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കറിയാം റിഡോക്സ് റിയാക്ഷൻ. +1 നിങ്ങൾ വളരെ വൃത്തിക്ക് പഠിച്ച ചാപ്റ്ററാ. ആ റിഡോക്സ് റിയാക്ഷനിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മളുടെ +2 ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ +1 ടോപ്പിക് സിലബസിൽ ഇല്ലെങ്കിലും +1 അറിഞ്ഞ ഒരാൾക്ക് +2 കണ്ടന്റ് കിട്ടുള്ളൂ. നമ്മൾ അത്തരത്തിലാണ് ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ആപ്പിൽ നിങ്ങൾ കയറിയാൽ കാണാൻ പറ്റും. യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ കൊണ്ടുപോകുന്നത് +1 +2 ബേസ്ഡ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ആദ്യം ബേസ് കൊടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. അപ്പൊ നോക്കുക, സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് വരുന്ന 2 വലിയ ചാപ്റ്ററുകളാണ് D&F ബ്ലോക്ക് എലമെന്റ്സും അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് ഓർഗാനിക് കെമിസ്ട്രി. CUET എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ഓർഗാനിക് കെമിസ്ട്രിയാ. 5 ചാപ്റ്ററാ ഓർഗാനിക്കിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ്. 2 ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതർ. 3 ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. 4 അമീൻസ്. 5 ബയോമോളിക്യൂൾസ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന 5 ചാപ്റ്ററുകളും ഓർഗാനിക്കിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഓർഗാനിക് ഒരാൾ സ്കിപ്പ് ചെയ്തിട്ട് ഒരു എക്സാമിന് നമുക്ക് ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഏത് എൻട്രൻസ് എക്സാം എടുത്താലും ഓർഗാനിക് കെമിസ്ട്രി അവിടെ മസ്റ്റാ. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് കെമിസ്ട്രി ഉണ്ടോ അവിടെ ഓർഗാനിക് ഉണ്ട് എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ അത് പഠിച്ചിരിക്കണം. ഇനി ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് കുറെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും.
എല്ലാ കുട്ടികൾക്കും സംശയമുള്ള കാര്യമാണ്. സാറേ ഇത് മൊത്തം നമ്മൾ പഠിക്കണോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തി പഠിക്കണോ, എത്ര മാർക്ക് ഇന്ന ഏരിയയിൽ നിന്ന് ചോദിക്കും, അല്ലെങ്കിൽ എത്ര മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നമ്മൾ തീർത്തു തരും. കാരണം വളരെ അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്ററുകളാണ് എല്ലാം. അതുകൊണ്ട് എല്ലാം കൂടി പഠിക്കുക എന്നുള്ളതല്ല, വെയിറ്റേജ് നോക്കി അതിനനുസരിച്ച് ചാപ്റ്റർ ചൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ്. സിമ്പിളാ, ശ്രദ്ധിച്ചോ. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 to 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാറ് 2 മുതൽ 3 മാർക്ക്. 2 മുതൽ 3 മാർക്കല്ല, 2 മുതൽ 3 ക്വസ്റ്റ്യൻസ്. 2 മുതൽ 3 മാർക്കല്ല, 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അതുപോലെ തന്നെയാ മക്കളെ ഇലക്ട്രോ കെമിസ്ട്രിയും 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെയാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കാറ്. കെമിക്കൽ കൈനറ്റിക്സ് ഒന്നും കൂടി വെയിറ്റേജ് കൂടുതലാണ്. 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 3 മുതൽ 4 ക്വസ്റ്റ്യൻ വരെയാ നമ്മളുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറ്. ഓക്കെ അല്ലെ? 4 ക്വസ്റ്റ്യൻ വരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇനോർഗാനിക് കെമിസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ 3 മുതൽ 4 ക്വസ്റ്റ്യൻ വരെ ഉണ്ടാവാറുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. 4 മുതൽ 5 ക്വസ്റ്റ്യൻ വരെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന്. അപ്പൊ അത് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതേ കാര്യം ഓർഗാനിക്കിലോട്ട് വരുമ്പോൾ ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 3 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൽക്കഹോൾ ഫീനോൾ ഈതർ എന്ന ചാപ്റ്ററിൽ നിന്നും 3 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. കാർബോക്സിലിക് ആസിഡ് ആൽഡിഹൈഡ് കീറ്റോണിൽ നിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇത് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. 4 to 5 വരെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച ചാപ്റ്റർ ആണ് കാർബോക്സിലിക് ആസിഡ് കീറ്റോൺ ആൻഡ് അമിനോ ആസിഡ്, കാർബോക്സിലിക് ആസിഡ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ്. 4 മുതൽ 5 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. 4 മുതൽ 5 അല്ല, അതിന്റെ മുകളിൽ ചോദിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ കാണാൻ പറ്റും, പേപ്പേഴ്സ് ഒക്കെ കാണാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ്. അമീൻസിലാണെങ്കിൽ 3 to 5 ക്വസ്റ്റ്യൻ, വളരെ ചെറിയ ചാപ്റ്ററാ, പക്ഷേ 3 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കാറുണ്ട് എന്നുള്ളതാ. ബയോമോളിക്യൂൾസ് ചെറിയ ചാപ്റ്റർ ആണ്. 2 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇത്രയും കാലത്തിന്റെ ഇടക്ക് കണ്ടിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് കെമിസ്ട്രിയെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ. കെമിസ്ട്രിയെ സിലബസിൽ എങ്ങനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെ പഠിക്കണം, അതൊരു ചോദ്യമാണല്ലോ. എങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഈ കണ്ടന്റ് ഓർഡർ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ, ആദ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം കൺസെപ്റ്റ്സ് ആണ്. കൺസെപ്റ്റ് അറിയാതെ നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തത് കൊണ്ട് ഒരു കാര്യമില്ല. ക്വസ്റ്റ്യൻ ചെയ്യണം, അതിന്റെ കൂടെ ആ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്കാണ് അത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനെക്കുറിച്ചൊരു ധാരണ ഉള്ള ആൾക്ക്, കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. അതാണ് പറയുന്നത് കൺസെപ്റ്റ് ആദ്യം അറിഞ്ഞിരിക്കാം. കൺസെപ്റ്റ് അറിഞ്ഞ ശേഷം നിങ്ങൾ PYQ നന്നായിട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് കിട്ടിയ ഒരാൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ അയാളുടെ ഐഡിയ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നു, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ള കാര്യങ്ങൾ അയാൾക്കാണ് മനസ്സിലാവും. അത് മനസ്സിലാവുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് PYQ ചെയ്താൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രാക്ടീസ് എന്നുള്ളതാണ് മെയിൻ കാര്യം. പ്രാക്ടീസ് ഒരു മെയിൻ കാര്യമാണ്. നിങ്ങൾ CUETന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം റെഫർ ചെയ്താൽ പോരാ. നീറ്റ് JEE പോലുള്ള എല്ലാ എൻട്രൻസ് എക്സാമിലും കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തുകൊണ്ട് ഇരിക്കണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും, ഒരുപാട് കണ്ടന്റും കിട്ടും. ഫസ്റ്റ് കാര്യം അതാ. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിവൈസ് ചെയ്യുക. ഏതൊരാളും പഠിച്ച ആള് അയാൾക്കത് മറവി സംഭവിക്കും, സ്വാഭാവിക. എന്ത് പഠിച്ചോ അത് മറക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ റിവൈസ് ചെയ്യാത്തോടത്തോളം കാലം പഠിച്ചൊരു കണ്ടന്റ് നിങ്ങളുടെ ഓർമ്മയിൽ ഒരിക്കലും നിൽക്കൂല. അപ്പൊ അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഇനി ഈ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യേണ്ടത് ഏതാന്ന് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. റെഫർ ചെയ്യേണ്ട ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്കാണ്. അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നോക്കിയാൽ മതി. പ്യുവർ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് പഠിപ്പിക്കുന്നത്. ഏതൊരു എൻട്രൻസ് എക്സാമിനും NCERT ടെക്സ്റ്റ് ബുക്കാണ് ബേസ്. അത് വെച്ചായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം എന്നുള്ളത് ഒരു മെയിൻ ഘടകമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. CUET എക്സാം വലിയ സംഭവമൊന്നുമല്ല, എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. പക്ഷെ പ്രോപ്പർ ആയ ഒരു പഠനം ഇതിന് നിർബന്ധമാണ്. പ്രോപ്പർ ആയിട്ട്
കണ്ടന്റ് ഒക്കെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ച് റിവൈസ് ചെയ്ത് പോകുമ്പോഴാണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുക. ഇതിനെക്കുറിച്ച് കെമിസ്ട്രിയുടെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിൽ എളുപ്പത്തിൽ ഏതൊരു എക്സാം ആയിക്കോട്ടെ, CUET ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സഹായിക്കും ഇത് കാര്യങ്ങൾ എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ട്. എല്ലാവർക്കും നല്ല ഒരു ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.